മറ്റു രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലത്തെ ഒരു കലാപമായിരുന്നു ഇന്നലെ ഡൽഹിയിൽ പദ്ധതിയിട്ടിരുന്നത്. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പാർലമെന്റ് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. കൂടാതെ ഈ കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കുക. കാരണം ഇന്നലെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഒരു ദിവസമായിരുന്നു. ഇന്നും പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഒന്ന് വളയുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക, പാർലമെന്റിന്റെ നിയന്ത്രണം മുഴുവനും ഈ പാറ്റാക്കൂട്ടങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. CJPയുടെ പ്രവർത്തകരാണെന്ന് അബ്ജുദീപ് അടക്കം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്നലെ ഡൽഹിയിൽ കലാപത്തിനിറങ്ങിയവരെല്ലാവരും പുറത്തുനിന്നുള്ള ഗുണ്ടകളായിരുന്നു, രാജ്യവിരുദ്ധരായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ IV റിപ്പോർട്ട് ചെയ്തത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഡൽഹിയിൽ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ CPMന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബിയും അടക്കം വലിയ രീതിയിൽ ഒരു പിന്തുണ ഈ പാറ്റ പാർട്ടികളിൽ നിന്നടക്കം ഒരു പ്രീതി അല്ലെങ്കിൽ ഒരു പ്രശംസ പിടിച്ചു പറ്റാനായിട്ട് ഇവർ ശ്രമിച്ചു. പാർലമെന്റ് ആക്രമിക്കാനായിട്ട് ഈ പാറ്റ പ്രവർത്തകർ കൂട്ടം കൂടി വരുമ്പോൾ ഇവരെയൊക്കെ ലാത്തിച്ചാർജ് നടത്തി അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് ഈ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ MA ബേബിയും ചെന്ന് വാഹനം തള്ളി തുറന്ന് ഇവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വീണ്ടും പോയി പാർലമെന്റ് ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നലെ കാര്യങ്ങൾ പോയത്. പാർലമെന്റിന്റെ പുറത്ത് വെച്ച് ഒരു പരിധിവരെ പോലീസിനെ തടയാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സമാധാനപരമായ ഒരു കാര്യമാണ്. ഈ പാറ്റ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ ആ ബാരിക്കേഡ് വലയം ഭേദിച്ചുകൊണ്ട് പാർലമെന്റിന്റെ ഗേറ്റ് തള്ളി തുറന്നകത്തേക്ക് കടന്നിരുന്നുവെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് ടീമും CRPFും ലാത്തിചാർജ് നടത്തില്ലായിരുന്നു. അവർ ഈ പാറ്റ പ്രവർത്തകർക്ക് നേരെ വെടിവെപ്പ് നടത്തുകയായിരുന്നു. അവർ ഒന്നേ മുട്ടിന്റെ താഴെ വെടിവെക്കും, അല്ലെങ്കിൽ അവർ നെഞ്ചത്ത് തന്നെ അവർ വെടിവെക്കുന്ന ഒരു രീതിയായിരിക്കും അവർ നോക്കുന്നത്. അവിടെ കുട്ടികളാണെന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെന്നോ ഉള്ള ഒരു പരിഗണന CRPF നോക്കില്ല. കൂടാതെ പാർലമെന്റിൽ നരേന്ദ്രമോദിയുണ്ട്, കൂടാതെ SPGയുടെ പ്രൊട്ടക്ഷനും അവിടെയുണ്ട്. അവരും വലിയ രീതിയിൽ തന്നെ ഒരു ശക്തമായ രീതിയിൽ അവർ വെടിവെപ്പ് നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ജൻസികളുടെ ഈ വിദ്യാർത്ഥികളുടെ ഒരു ജീവൻ തന്നെ ഇന്നലെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സംയമനം പാലിച്ചുകൊണ്ട് CRPFും അർദ്ധസൈനിക വിഭാഗവും ഡൽഹി പോലീസും അവരെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ മുച്ചിഷ്ടം തകർക്കാൻ വേണ്ടി, ഒരു കലാപം നടത്താൻ വേണ്ടി ഒരു ശ്രമം ഇന്നലെ അണിയറയിൽ ഒരുങ്ങി. അതാണ് രാഹുൽ ഗാന്ധി ഒരാഴ്ചയോളമായി വിദേശത്ത് കറങ്ങി സന്ദർശനം നടത്തിയിട്ട് വന്ന് ഇന്ത്യയിലെത്തി ഉപയോഗിച്ച ടൂൾ കിറ്റാണ് ഇന്നലെ പാർലമെന്റിന്റെ വെളിയിൽ കാണുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് ഇന്നലെ അനൗദ്യോഗികമായ രീതിയിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ 2 ദിവസം മുമ്പ് ജോൺ ബ്രിട്ടാസും MA ബേബിയും അടക്കമുള്ള CPMലെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെ ചൈനീസ് കോൺസുലേറ്റിൽ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി ഒരു അനൗദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ തന്നെ എന്തോ ഇവർ അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനും മനസ്സിലായിരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത പാറ്റ പ്രവർത്തകരെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MPയും അതോടൊപ്പം തന്നെ MA ബേബിയും അടക്കമുള്ളവർ ചെന്നപ്പോൾ ഡൽഹി പോലീസ് ആദ്യം പറഞ്ഞു പറ്റത്തില്ല, നഹി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ MP ആണ്, കേരളത്തിൽ നിന്നുള്ള MP ആണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ MA ബേബിയും ഡൽഹി പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ ഇറങ്ങിപ്പോണം മിസ്റ്റർ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കേരളത്തിലെ പോലീസിനെ പോലെ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ അവർ 10 മടങ്ങി നിൽക്കുമെന്ന് ഡൽഹിയിലെ പോലീസ് വിചാരിച്ചു. അതായത് ആം ആദ്മിയും അതോടൊപ്പം തന്നെ ഈ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ MA ബേബിയൊക്കെ കരുതി. പക്ഷെ അവരുടെ മുന്നിൽ ഈ 2 സഖാക്കന്മാരും കയർത്ത് സംസാരിച്ചപ്പോൾ തിരിച്ചതിന്റെ 10 മടങ്ങ് ഷൗട്ട് ചെയ്താണ് ഡൽഹി പോലീസ് ഇവരെ വിരട്ടി ഓട്ടിച്ചത്. ഡൽഹി പോലീസിന്റെ ആ കത്തി ജ്വലിക്കുന്ന ദേഷ്യം കണ്ടിട്ട് ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ MA ബേബിയും തിരിഞ്ഞു ഓടുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതായത് വലിയ രീതിയിൽ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റണം, നമ്മളൊക്കെ ഇവരുടെ കൂടെ ഉണ്ട് എന്ന് CPMനെ പിടിച്ചു പറ്റുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ എല്ലായിടത്തും ഇവർക്ക് തിരിച്ചടി തന്നെയാണ്. അതായത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അത് ഇന്നലെ ഡൽഹിയിലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ പാർലമെന്റ് ആക്രമണത്തിലൊക്കെ പിന്നിൽ ഈ വിദ്യാർത്ഥികൾക്ക് അവരെ ഇളക്കി വിടുന്നതിൽ ഈ CPM നേതാക്കൾക്കും വലിയ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പാർലമെന്റ് ആക്രമണത്തിന് മുന്നേ CPM നേതാക്കൾ ഡൽഹിയിലെ ചൈനീസ് കോൺസുലേറ്റുമായി നടത്തിയ ചർച്ചയടക്കം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് ചൈനയും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ത്രെഡാണോ എന്നാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. അതിനുശേഷമാണ് ഇന്നലെ ആക്രമണം വലിയ രീതിയിൽ ഒരു ശക്തി അല്ലെങ്കിൽ കരുത്താർജിച്ചത്. ഇത്രയും ദിവസമായിട്ട്, അതായത് 1-2 മാസമായിട്ട് പാറ്റ പ്രവർത്തകരെ ആരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നൊരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ദേശീയ മാധ്യമങ്ങളടക്കം ഒന്നും ഇത് വലിയ രീതിയിൽ കവർ ചെയ്തില്ല എന്നുള്ളതും ഇവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി. നിലവിൽ പാർലമെന്റ് ആക്രമിക്കാൻ വന്നവരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അവരെ പുറത്താക്കാൻ CPM നേതാക്കൾ ശ്രമിച്ചത്. അറസ്റ്റ് ചെയ്ത CJP പ്രവർത്തകരെ കാണാൻ പോയ ജോൺ ബ്രിട്ടാസ് MPയും CPM ജനറൽ സെക്രട്ടറിയായ MA ബേബിയും അകത്ത് കയറ്റി വിടാതെ പിടിച്ച് പുറത്തേക്ക് തള്ളിയാണ് ഡൽഹി പോലീസ് ചെയ്തത്. പോലീസിനോട് കയറാൻ ശ്രമിച്ച ബ്രിട്ടാസിനെയൊക്കെ ലാത്തി കൊണ്ട് വിരട്ടുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്.
CJP സമരത്തിൽ കേരളത്തിൽ നിന്നും ചില വിദ്യാർത്ഥികൾ പങ്കെടുത്തതായും ഇവർ CPM-മായി അനുഭവമുള്ളവരാണെന്നും വാർത്തയുണ്ടായിരുന്നു. ഇവരെ രക്ഷിക്കാനാണ് ജോൺ ബ്രിട്ടാസ് MPയും അതോടൊപ്പം തന്നെ ബേബിയും MA ബേബിയും ശ്രമിച്ചത് എന്ന സംശയമുണ്ട്. പക്ഷേ ഡൽഹി പോലീസിന്റെ കർക്കശ നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സോനം വാങ്ചി ആശുപത്രിയിൽ കടന്ന സമയത്തും ഇവരെ കാണാൻ പോയപ്പോഴും ഇതുപോലെ അവരുടെ കൊങ്ങയ്ക്ക് പിടിച്ച് ഡൽഹി പോലീസ് പുറത്തേക്ക് തള്ളിയതാണ്. എന്നിട്ട് വീണ്ടും ഒരു നാണവും മാനവും ഇല്ലാതെ ഇവർ വീണ്ടും കയറി CJP പ്രവർത്തകരൊക്കെ കാണാൻ വേണ്ടി വന്നു. അതും ഡൽഹി പോലീസിന് മനസ്സിലായത് ഇവർ വീണ്ടും പ്രശ്നം ആളി കത്തിക്കാനായിട്ട് ജോൺ ബ്രിട്ടാസും MA ബേബിയും ശ്രമിക്കുന്നുണ്ടെന്ന് ഡൽഹി പോലീസിന് കാര്യം മനസ്സിലായി. ഇനി ഈ ഏതെങ്കിലും ഒരു പരിസരത്ത് ഇവർ രണ്ടുപേരെ കണ്ടു കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള ഒരു നീക്കവും ഡൽഹി പോലീസിന്റെ ഉണ്ട്. അങ്ങനത്തെ ഒരു വാണിംഗും പോലീസ് ഇന്നലെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം.